വിശപ്പിനാൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അതേ വിശപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയില്ല. നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം ഗസയിൽ നടന്ന ഒരു ജുമുഅ ഖുതുബയാണത്. വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആരാധന പോലും വളരെ ഹ്രസ്വമായി അവർക്ക് നടത്തേണ്ടി വരുന്നത്. ഈ ക്രൂരത ലോകം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. കാര്യമായ പ്രതികരണശേഷിയൊന്നും എവിടെയും നമ്മൾ കണ്ടില്ല. പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അവരോട് നമുക്ക് ഐക്യപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ ലോകത്ത് അവരോട് ഐക്യപ്പെടാൻ കഴിയുക? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീര്യകഥകൾ വായിച്ചു മനസ്സിലാക്കി വളർന്നു വന്ന നമുക്ക് പോലും അവരോട് ഐക്യപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? ഇന്ന് നമ്മൾ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ കൊണ്ടാടുന്നത് പോലെ ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഫലസ്തീനെ നമ്മൾ കൊണ്ടാടിയേക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഈ വംശവെറിയന്മാർ വെറുതെ വിടുന്നില്ല. പോഷകാഹാരം വേണ്ട, നേരത്തിന് ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, എല്ലാ നിലക്കുമുള്ള ഉപരോധങ്ങൾ, അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ഒരു രാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്നത് എത്ര ദയനീയമാണ്. നമുക്കവരോട് പ്രാർത്ഥന കൊണ്ട് ഐക്യപ്പെടാം.